there ain't no stopping us. Fly without boarding pass. Couldn't catch me, I'll be moving fast. Call me a shooting star. Let 'em know who you are. Flying up in a bar. Wish on a star. Time to show 'em who's in charge. Call me a shooting star. ഗായ്സ്, ഒരു RGB കീബോർഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ മോഡൽ ചെക്ക് ചെയ്യാതെ പൊയ്ക്കളയരുത്. ഇതൊരു കിടിലം കീബോർഡാണ്. അപ്പോൾ ഗായ്സ്, സംഭവം നമുക്ക് ഈ വീഡിയോയിൽ ഇതിൻ്റെ റിവ്യൂയും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ എന്താ പറയുക എല്ലാ പരിപാടികളും പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ട് പാർട്ടാണിത്. HP യുടെയാണ് ഈ കീബോർഡ് എന്ന് പറയുന്നത്. K500F എന്നാണ് മോഡൽ നെയിം. ഇപ്പോൾ ബോക്സിൻ്റെ ബാക്ക് സൈഡാണിത്. നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇതിൻ്റെ ബാക്കിലൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഓക്കെ, ബാക്ക് സൈഡാണിത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ച് നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ 4 സെക്ഷൻസായി ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ RGB എഫക്ട്സ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ കീസൊക്കെ റിമൂവബിൾ ആണ്. അപ്പോൾ ഇൻ കേസ് ഡസ്റ്റ് എങ്ങനെ ഉണ്ടെങ്കിൽ കളയാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ ദ അൺബോക്സിങ്. ഇവിടെ HP യുടെ സ്റ്റിക്കറൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒറിജിനൽ തന്നെയാണ്. അതുപോലെ തന്നെ ഗായ്സ്, ഇതിൻ്റെ കീസൊക്കെ ഇൻഡിവിജ്വലി റിമൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഡസ്റ്റൊക്കെ തുടച്ചതിന് ശേഷം തിരിച്ച് അറ്റാച്ച് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു കിടിലം ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കീബോർഡാണിത്. അപ്പോൾ ഗായ്സ്, ഇത് കാണുന്നതാണ് നമ്മുടെ കീബോർഡ് എന്ന് പറയുന്നത്. പൊട്ടിച്ചപ്പോൾ തിരിഞ്ഞു പോയി. എനിവേ, ഇപ്പോൾ നമ്മുടെ കീബോർഡ് ഇതാണ്. ഇപ്പോൾ HP യുടെ ഒരു ലോഗോ ഒക്കെ ഉള്ള ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റെയറോഫോം കവറിൽ. രണ്ട് സൈഡിലും എന്താ പറയുക നമ്മൾ സ്റ്റേബിളായിട്ട് സപ്പോർട്ട് ചെയ്ത് 2 കുഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതിന് വെയിറ്റ് ഉണ്ട്. നമ്മളെ സാധാരണ ചീപ്പ് കീബോർഡ് പോലെയല്ല, ഇതിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡാണെന്ന് തോന്നുന്നു. ഇനി ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇനി ബോക്സിൽ വേറെ എന്തെങ്കിലും ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആസ് ഓൾവേസ് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ മാനുവലാണ്. ഇതിൻ്റെ RGB കുറച്ച് എഫക്ട്സ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നസ് ലെവല്, കുറച്ച് എഫക്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വായിച്ചു പഠിക്കുക. എനിവേ, ഞാനത് വീഡിയോയിൽ ലാസ്റ്റ് എങ്ങനെയും കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഇതിൻ്റെ അകത്തുള്ളൂ. പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഇനി ഒന്നും നോക്കിയില്ല. അപ്പോൾ നമുക്കിനി കീബോർഡ് ശരിക്കും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, പക്ഷേ പറഞ്ഞ പോലെ ആക്ച്വലി ഒരു ചീപ്പ് പ്ലാസ്റ്റിക് കീബോർഡ് പോലെയല്ല. ഇതിന് ആക്ച്വലി കുറച്ച് വെയിറ്റ് ഉണ്ട്. ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല, ക്യാരിയബിളാണ്. അങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത്. പക്ഷേ കാര്യം ഇത് മെറ്റലാണ്. മേളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് അല്ല. അപ്പോൾ ഒരു പ്രീമിയം ഫീൽ ഉണ്ടാവും. അപ്പോൾ കാണാമല്ലോ ഗൈസ്, കാഴ്ചയ്ക്ക് ആക്ച്വലി ഒരു കിടിലമാണ്. സ്റ്റാൻഡേർഡായിട്ടാണ് അവർ ഇതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നത്. എഡ്ജെല്ലാം കോണാഡാണ്. എല്ലാ കീസും ശരിക്കും എഡ്ജഡല്ല, എല്ലാം കുറച്ച് കേർവ്ഡാണ് കീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കീസിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി ഉള്ള സാധാ കീബ്സ് പോലെയല്ല. ഇത് മെക്കാനിക്കൽ ടൈപ്പ് കീബോർഡിൻ്റെ ഒരു ടൈപ്പ് എഫക്റ്റാണ്. ഉണ്ടല്ലോ, എല്ലാ കീസും കുറച്ച് ട്രാവൽ ഡിസ്റ്റൻസ് കൂടുതൽ തന്നെയാണ്. അറൗണ്ട് ഒരു എന്താ പറയുക ഒരു 8 മില്ലിമീറ്റർ എങ്കിലും കണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ട്രാവൽ ഡിസ്റ്റൻസ് അത്ര ഉണ്ട് എല്ലാ കീക്കും. ഒരു മെക്കാനിക്കൽ കീബോർഡിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാവും, ട്രാവൽ ഡിസ്റ്റൻസും. അപ്പോൾ നോക്കാം എന്തായാലും. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ ലെറ്റേഴ്സ് ഒന്നും അത്ര അട്രാക്റ്റീവ് അല്ല, അത്ര എടുത്ത് കാണില്ല എന്നുള്ളതൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ആക്ച്വലി. കാര്യം എൻ്റെ RGB എഫക്റ്റ് എന്താ പറയുക കീസിൻ്റെ മുകളിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട് അത് ട്രാൻസ്പെറൻ്റ് ആക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ ഉള്ളിൽ കാണാത്തത്. അപ്പോൾ നമുക്ക് ഇനി പ്ലഗ് ഇൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. വയേഴ്സിന് അത്യാവശ്യം
ക്വാളിറ്റി ഉണ്ട്, കാര്യം കട്ടിയുണ്ട് വേഴ്സിനൊക്കെ, തീരെ തിന്നൊന്നുമില്ല. ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഉണ്ട്, സ്റ്റാൻഡേർഡാണ്, എബോവ് സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയാം. ആക്ച്വലി ലെങ്ത് ഉണ്ട്. ബാക്കിൽ ഇപ്പോൾ യൂഷ്വലി കണ്ടുവരുന്ന പോലെ 2 സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് എന്താ പറയുക നീങ്ങത്തൊന്നുമില്ല. കണക്ട് ചെയ്ത് നോക്കാം എന്തായാലും. ഗായ്സ് കണ്ടല്ലോ ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. 4 സെറ്റായിട്ട് നമ്മുടെ കീബോർഡിൽ തന്നെ 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിലും ഈ സംഭവം ഇങ്ങനെ തന്നെയാണ്. RGB കത്തിയിരിക്കും, നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. കണ്ടല്ലോ ഗായ്സ്, ഇത് കിടിലമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നമുക്ക് എന്തുകൊണ്ടും ഭയങ്കര ലാഭമാണ്. മെക്കാനിക്കൽ കീയുടെ അതേ എഫക്റ്റാണ്, ഇത്രയും കീ ഡിസ്റ്റൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഫോൺ നമുക്ക് കാണുന്ന ടൈപ്പ് കീസ് തന്നെ വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ആയിട്ടൊരു ഏരിയ ഇരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. ഗൈസ് അപ്പോൾ കീബോർഡ് ആക്ച്വലി നല്ല സ്റ്റേബിളാണ്. അതായത് നമ്മൾ ചില കീബോർഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ വെച്ചൊന്ന് താഴോട്ടൊന്ന് ഒരു ചെറുതായിട്ട് ബെൻഡൊക്കെ ഉണ്ടാവും. ഇതിലങ്ങനെയൊന്നുമില്ല, കീസൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ ഓരോ കീക്കും ഇത്രയും ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ കീബോർഡ് തന്നെയാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 1300-നുള്ളിലേ ഉള്ളൂ. 1200 സംതിങ് ആണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ആമസോണിൽ. ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ ഇതിനേക്കാളും ലാഭത്തിന് കിട്ടുമായിരിക്കും, ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ കീസും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും, ഓരോ കീസ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളത്. ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇനി എഫക്ട്സിലോട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫങ്ഷൻ കീ പ്ലസ് നമ്മുടെ നമ്പർ 1 കീ ആണ് ആക്ച്വലി ഇതിൻ്റെ എന്താ പറയുക സ്റ്റൈൽസ് മാറ്റുന്നത്. ഓക്കെ, ഐ ഗെസ് 3 ടൈപ്പ് സ്റ്റൈൽസ് ഇതിൻ്റെ അകത്തുണ്ട്. അത് ഓൾറെഡി പ്രീ ബിൽഡ് സെറ്റാണ്, അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് എഫക്റ്റാണ്. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം ആക്ച്വലി, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ ശരിക്കും ഡാർക്ക് ആണെങ്കിൽ ഇതാണ് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എഫക്റ്റ്. ഇപ്പോൾ കണ്ടല്ലോ ഗൈസ്, ഇത് ആക്ച്വലി കിട്ടിലുമാണ്, കാണാനെല്ലാം പറ്റും. എല്ലാ ഫോണിലും പക്ക ക്ലിയറാണ്, ക്രിസ്പാണ്, എല്ലാ ഫോണിലും കൃത്യമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ ചില കീബോർഡിലുള്ള പോലെ RGB എഫക്ട്സ് മാത്രമല്ല, കീസിന് ഇൻഡിവിജ്വലി ഓരോ ഫോണിലെ ലെറ്റേഴ്സ് മേളിൽ കാണാൻ പറ്റുന്ന രീതി തന്നെയാണ് ഇതിൻ്റെ എല്ലാ കീ ക്യാപ്പിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആക്ച്വലി ബ്രീത്തിങ് എഫക്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എഫക്ട്സ് കൺട്രോൾ ചെയ്യണത് അറിയായിരിക്കും, ഫങ്ഷൻ കീ പ്ലസ് നമ്പർ 1 കീ ആണ് ആക്ച്വലി സ്റ്റൈൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഗൈസ് കണ്ടല്ലോ, ആകെ മൊത്തം കളർഫുള്ളാണ് സംഭവം. RGB ബിൽഡിങ് എങ്ങനെ ഉണ്ടാക്കിയ ഷോ ഓഫ് ടൈപ്പ് PC സിസ്റ്റമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ വാങ്ങണം. അപ്പോൾ ഇൻ കേസ് ലൈറ്റൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇൻ കേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ സംഭവം എന്ന് പറയാൻ. കണ്ടല്ലോ, അപ്പോൾ ഇത് ബ്രീത്തിങ് എഫക്റ്റാണ്. അതായത് വളരെ ലൈറ്റായിട്ട് ഓഫായി വളരെ ലൈറ്റായിട്ട് പിന്നെയും ബ്രൈറ്റ് ആവുന്നൊരു ടൈപ്പാണ് ഈ സ്റ്റൈൽ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റൈൽ നമുക്ക് നോക്കാം. വേറെ കീസിലൊന്നുമല്ല, ഫങ്ഷൻ കീ പ്ലസ് നമ്പർ 1 കീ മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ഇപ്പോൾ സ്റ്റേബിളായിട്ട് കത്തിയിരിക്കുകയാണ്. ഇത് സ്റ്റാറ്റിക് എന്ന് പറയും, അതാണ് ഇതിൻ്റെ എഫക്റ്റ്. അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, സ്റ്റേബിളായിട്ട് കത്തിയിരിക്കുക. ഇപ്പോൾ ഫങ്ഷൻ കീ പ്ലസ് പേജ് അപ്പ് പേജ് ഡൗൺ ആണ് ബ്രൈറ്റ് ഡിം എന്നുള്ളത്. ഏത് മോഡായാലും കുഴപ്പമില്ല, നമുക്ക് ആകെ മൊത്തം ബ്രൈറ്റ്നെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 3 ലെവലായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് മാക്സിമം ലോ ആണ്, അതായത് 0. ഇത് ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, ഇത് ഈ കാണുന്നത് തേർഡ് ലെവൽ. അങ്ങനെ 3 ടൈപ്പ് ലെവൽ ബ്രൈറ്റ്നെസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ഇടാന്നേ ഉള്ളൂ. കണ്ടല്ലോ ഗൈസ്, അപ്പോൾ ഇതാണ് ആകെ മൊത്തം ഈ കീബോർഡിൻ്റെ റിവ്യൂ എന്ന് പറയാനായിട്ട്. ഞാൻ യൂസ് ചെയ്തൊക്കെ നോക്കി. അപ്പോൾ ശരിക്കും ഈ കീബോർഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ കീബോർഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ആക്ച്വലി യൂസ് ചെയ്യാം. കാര്യം വളരെ അഡ്വാൻറ്റേജ് ആണ്. ഈ റേറ്റിന് മെക്കാനിക്കൽ കീബോർഡ് പോലെ ഒരു ഫീൽ കിട്ടുന്നൊരു കീബോർഡ് തന്നെയാണ്. മാത്രമല്ല കാര്യം എല്ലാ ഫീച്ചേഴ്സും ഞാൻ നോക്കിയിട്ട് തന്നെയാണ് ഒന്ന് റെക്കമെൻഡ് ചെയ്തത്. കാര്യം ട്രാവൽ ഡിസ്റ്റൻസ് പക്കയാണ്, ഒരു ഫീഡ്ബാക്ക് പക്കയാണ് കീസ് തരുന്നത്. പിന്നെ HP എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് അറിയാമല്ലോ എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ. അതെന്തായാലും കിട്ടും, ഉറപ്പാണ്. സർവീസ് എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ മാത്രമല്ല
ഇൻഡിവിജ്വൽ എല്ലാ കീസിൻ്റെ മേളിൽ കൂടെ നമുക്ക് അതിൻ്റെ ലൈറ്റ് പുറത്ത് കാണാൻ പറ്റുന്ന ഡിസൈനാണ് അതിൻ്റെ കീ ക്യാപ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടും നിങ്ങളൊരു RGB കീബോർഡാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ വാങ്ങണം. കാര്യം കാണാമല്ലോ ഇത്രയും നല്ലൊരു ഡിസൈനാണ്. മെറ്റാലിക് ഫിനിഷ് ഉണ്ട്, കീ ട്രാവലുണ്ട്, എല്ലാത്തിലും ഫോണ്ടിലെല്ലാം ലൈറ്റ് ഉണ്ട്. അപ്പോൾ പക്ക പാക്കേജാണ്. ഉറപ്പായിട്ട് ഇത് നിങ്ങൾ വാങ്ങണം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലിംഗ് ഓഫറും പക്ക ആയിട്ടുള്ള പ്രോഡക്റ്റ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അപ്പോൾ ബൈ ഗൈസ്.